നമസ്കാരം, അശ്വതിയാണ്. ഇന്ന് നമുക്ക് സേതുബന്ധാസന നോക്കാം. ബ്രിഡ്ജ് പോസ്. വളരെ ഈസി ആയിട്ട് ബിഗിനർ ലെവലിലുള്ളൊരു പോസ്ചറാണിത്. ധാരാളം ഗുണങ്ങളുണ്ട് ഇത് ചെയ്യുന്ന വഴി. തൈറോയിഡിന് വളരെ നല്ലതാണ് ഈ പോസ്ചർ ചെയ്യുന്നത്. നന്നായി ബ്രീത്ത് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോസ്ചറാണ്. കോർ സ്ട്രെങ്തനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോസ്ചറാണ്. ബട്ടക്സ് മസിൽസിന്, തൈ മസിൽസിന്, മുട്ടിന് ഒക്കെയും സഹായമായി വരുന്ന ഒരു പോസ്ചറാണ് ബ്രിഡ്ജ് പോസ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈസി ലെവലിലുള്ള ഒരു പോസ്ചറാണ്. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം. ബ്രിഡ്ജ് പോസ്, സേതുബന്ധാസന. ഇപ്പോൾ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ഇതുപോലെ മാറ്റിൽ കിടക്കുമ്പോൾ മുടി തലയ്ക്കടിയിൽ വരാതെ ഫ്ലാറ്റായി വെക്കാൻ ശ്രമിക്കണം. തല ഉയർന്നു വരാൻ പാടില്ല. പാദം ഇതുപോലെ അകറ്റി വെക്കാം. പാദം ചേർത്തല്ല, ഹിപ്പ് ഡിസ്റ്റൻസ് നമ്മുടെ ഏകദേശം അരക്കെട്ടിൻ്റെ അത്രയും അകറ്റി വെക്കാം. മുട്ടിന് താഴെ പാദം വരുന്ന രീതിയിൽ വെക്കണം. പാദം രണ്ട് വശത്തേക്ക് ഇങ്ങനെയല്ല, പാദം നേരെ വെക്കാൻ ശ്രമിക്കാം. പതിയെ ശ്വാസം എടുത്ത് ഹിപ്പ് ലിഫ്റ്റ് ചെയ്യാം. കൈ കൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. കഴുത്ത് ഇങ്ങനെ മുകളിലേക്ക് പോവാതെ കഴുത്ത് റിലാക്സ് ചെയ്ത് വെച്ച് ചെയ്യാം. സേതുബന്ധാസന, ബ്രിഡ്ജ് പോസ്. നിന്ന് ബ്രീത്ത് ചെയ്യാം. തൊണ്ടയിലേക്ക് ശ്രദ്ധ കൊടുത്ത് ചെയ്യാം കേട്ടോ ഈ പോസ്ചർ ചെയ്യുമ്പോഴേ. ഇനി കൈ സപ്പോർട്ട് ഇല്ലാതെയും നമുക്ക് ചെയ്യാം സേതുബന്ധാസന. കൈ താഴേക്ക് വെച്ചും ചെയ്യാം. ഇതിനെ അർദ്ധചക്രാസന എന്നും പറയാറുണ്ട്. സപ്പോർട്ട് കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ കൈ താഴെ വെച്ച് ചെയ്യാം. നന്നായിട്ട് ദീർഘമായി ശ്വസിക്കാം. തൊണ്ടയിലേക്ക് ശ്രദ്ധ വെച്ച് ശ്വാസം വിട്ട് പതിയെ താഴേക്ക് ഒന്ന് മുട്ട് മടക്കി ഹഗ് ചെയ്ത് കൊടുക്കാം ദേഹത്തോട് ചേർത്ത്. അപ്പോൾ ഇതാണ് ബ്രിഡ്ജ് പോസ്. ധാരാളം ഗുണങ്ങളുള്ള, തൈറോയിഡിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള, മസിൽസിന് ഗുണങ്ങളുള്ള ഒരു പോസ്ചറാണ്. ചെയ്തു നോക്കാം. നമസ്തേ.